എന്തൊക്കെയാണ് കണ്ണും മൂക്കും ഒക്കെ എന്തൊക്കെ അയക്കണത് നോക്കട്ടെ. ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ പറയുക, ഇന്ന് ശരിക്കും നല്ല സന്തോഷം ഉണ്ടാവേണ്ട ദിവസമായിരുന്നു കേട്ടോ. കാരണം കുറേ മുന്നേ പ്ലാൻ ചെയ്തൊരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഇന്ന് എൻ്റെ ഫ്രണ്ട് ഷബ്ന, നമ്മൾ ബിനാസ് ഡിസൈൻസിൻ്റെ ഷബ്നാൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ മുന്നേ തന്നെ ഷൈത്തിൻ സൂലും ഞാനും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോകണം എന്ന് വിചാരിച്ചൊരു കല്യാണമായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഫ്രണ്ടാണ് അവിടെ, നമ്മളെ നെയ്ബറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അടിപൊളിയായിട്ട് പോകണം എന്നൊക്കെ ഞങ്ങൾ കുറേ മുന്നേ പ്ലാൻ ചെയ്തൊരു കല്യാണമായിരുന്നു. പക്ഷെ ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയമായപ്പോഴത്തേനും ഇങ്ങനെ ഈ ഒരു വയനാടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ആ ഒരു മൂഡ് ഓഫ് ആണ്. ഇപ്പം ഷായത്താണെങ്കിലും അവൾക്ക് ഇനിയിപ്പോൾ ഇതിനായിട്ട് കല്യാണത്തിനായിട്ട് ഡ്രസ്സ് എടുക്കാനോ അത് സ്റ്റിച്ച് ചെയ്യാനോ ഒന്നിനും അവൾക്ക് മൂടില്ല. അവൾ വീഡിയോ കൂടി ഇടാറില്ല. ഭയങ്കര ഞങ്ങൾക്ക് എപ്പോൾ ഫോൺ ചെയ്താലും ഇതിനെപ്പറ്റി സംസാരിക്കാനേ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്താക്കും അതേ ഒരു കല്യാണത്തിനൊന്നും പോകാനുള്ളൊരു മൂഡില്ല. അതുപോലെ സുലുവിനും അതെ. അപ്പോൾ അവരാരും വന്നിട്ടില്ല. ഞാനെന്തായാലും കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. എന്നാലും വാപ്പിയമ്മയും ഞങ്ങളും കുട്ടികളെല്ലാവരും പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പം അതിൻ്റെ മുന്നേ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രളയത്തിൻ്റെ ഒക്കെ മുന്നേ ആണ് സിയ അവാർഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ അവാർഡ് ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഇങ്ങനെ ഒരു ചുരിദാർ. ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഇടാനൊന്നും ഒരു മൂഡില്ലാത്തതുകൊണ്ട് ആ വീഡിയോ എപ്പോഴും അവിടെ ഇൻബോക്സിൽ കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് ആ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അന്ന് അതിന് പോകാൻ വേണ്ടി എടുത്ത ഒരു ചുരിദാറാണ് കേട്ടോ. ഇത് ക്ലാസ്മേറ്റ്സിന് എടുത്തൊരു ചുരിദാറാണ് ഇങ്ങനെ. അപ്പം ഇന്ന് ഇതിട്ടിട്ടാണ് കല്യാണത്തിന് പോണത്. ഞാൻ കല്യാണ വീട്ടിൽ നിന്ന് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. ഞാൻ പുറത്ത് കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല. കാരണം ഒരുപാട് പേരുണ്ടാവില്ല, എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പം അങ്ങനെ എടുക്കാറില്ല. എന്നാലും കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ കല്യാണത്തിന് പോയിട്ടില്ല. പിന്നെ കല്യാണത്തിൽ പോയി വന്നിട്ട് എന്തായാലും ശരിക്കും ഒരു സന്തോഷമുള്ളത് ഇന്ന് യാമിക്കുട്ടി ശൈത്തൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഈവനിങ്ങിൽ നൈറ്റ് ആവും ഓൾമോസ്റ്റ്. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പിന്നെ ഇന്നത്തെ വേറെ സന്തോഷമില്ല. കാരണം എന്താ കുട്ടീനൊക്കെ കണ്ട് ഷൈത്താനെ കണ്ടൊന്ന് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ആണ് എല്ലാവർക്കും. വിത്താക്കാണെങ്കിലും അതെ. അപ്പോൾ എന്തായാലും അവൾ വരും ഈവനിങ്, അതും ഇന്ന് വേറൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ആദ്യം കല്യാണത്തിന് പോയിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇൻസൈഡ് വേണ്ട, നീ റെഡി? കല്യാണ ബിരിയാണി നമ്മ റെഡി. പോകുമ്പോ തന്നെ കരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. പരിപാടി കഴിയുമ്പോ വരാൻ പാടുള്ളൂ. ആ നീ പിന്നെ എന്തൊരു മാനേഴ്സ് അല്ലല്ലോ. കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടല്ലേ. അപ്പം എന്തായാലും പോവാണ്. ഇത്രേ ഉള്ളൂ. കുറേ ഫ്രണ്ട്സുകളൊക്കെ കണ്ടു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോഴേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതൊന്നും അങ്ങനെ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്നാലും കുറച്ച് നേരം എല്ലാവരോടും കണ്ട് ഇങ്ങനെ സംസാരിച്ച് എല്ലാവർക്കും പറയാനുള്ളത് ഈ ഒരു വയനാടിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കാര്യങ്ങളാണ് എല്ലാവരെയും മനസ്സിലായതുകൊണ്ടേ
ഫുള്ള് ഡിസ്കഷനും അത് തന്നെയായിരുന്നു. ഞാൻ പിന്നെ ചെക്കനൊന്നും കാണാൻ നിന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോന്നു. കാരണം ഇന്ന് കുട്ടികൾക്ക് ഉച്ചക്കാണ് ഞാൻ ഇന്റർവെല്ലിന് ഓൺലൈൻ ട്യൂഷൻ ഉള്ളത്. കാരണം ഇന്ന് രാത്രി ഷൈത്ത് വന്നാൽ പിന്നെ ആകെ തിരക്കാക്കാരം. അപ്പം ഇന്ന് ഉച്ചക്ക് ക്ലാസ് എടുക്കുമെന്ന് വെച്ചപ്പോൾ ഉച്ചക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ക്ലാസ് ആയിട്ട് ലീവല്ലേ, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളില്ലല്ലോ. കുട്ടികളാണെങ്കിൽ കുറച്ചൊന്ന് ലീവ് കിട്ടി വീട്ടിലിരിക്കുമ്പോഴത്തേനും പിന്നെ ഫോണായി, ഗെയിമായി, കളിയായി, പിന്നെ പഠിത്തമായിട്ടുള്ള സകല ടച്ച് വിടും. അത് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഇന്റർവെല്ലിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു ടെൻഷനേ ഇല്ല കേട്ടോ. കാരണം അവരുടെ ക്ലാസ് അതിൻ്റെ കൂടെ നടന്നു പോയിക്കോളും. കുട്ടികൾക്കും ഇന്റർവെല്ലിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പം അറ്റൻഡ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ടീച്ചറുമായിട്ട് അത്രയും കമ്പനി ആയതുകൊണ്ട് അവരെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് എപ്പോഴും ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഭയങ്കര പാടാണ് ഇങ്ങനെ കുട്ടികളെ പഠിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കലാണ് പണിയെന്നൊക്കെ. അപ്പം ഞാൻ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യും കേട്ടോ, അങ്ങനെ കുട്ടികളെ പഠിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇരുത്തി പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കുട്ടിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് വരണം. എന്നിട്ട് കുട്ടീനെ സ്വയം ഇരുന്ന് പഠിക്കുക, അവരെ ഹോംവർക്കൊക്കെ അവർ തന്നെ ചെക്ക് ചെയ്യുക, അവരെ വർക്കൊക്കെ അവർ തന്നെ ചെയ്യാം. അങ്ങനെ കുട്ടിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരുമ്പോൾ അതൊക്കെ ഈസി ആവുള്ളൂ. അതല്ലെങ്കിൽ നമുക്കും തലവേദനയാണ്, കുട്ടിക്ക് അതിലേറെ തലവേദനയാണ്. കുട്ടീൻ്റെ തലവേദന നമ്മൾ ആലോചിക്കാറില്ലല്ലോ. SLCക്ക് പഠിക്കുന്ന കുട്ടികളുള്ള അമ്മമാരൊക്കെ അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എന്താ ചെയ്യുക, കുട്ടിക്ക് ഇപ്പോഴും പ്രോപ്പറായിട്ട് കൂട്ടി വായിക്കാൻ പറ്റണില്ല, കൂട്ടി എഴുതാൻ പറ്റണില്ല, മാത്സിൻ്റെ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലും പെട്ടെന്ന് പറയാൻ കിട്ടാത്ത കുട്ടികളുണ്ടെന്നൊക്കെ ഇപ്പോഴും അമ്മമാർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എന്താ ചെയ്യാന്നൊക്കെ. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ബേസിക് ഇഷ്യൂസാണ്, കുട്ടികളുടെ ബേസ് ക്ലിയർ ആക്കണം. അപ്പോൾ അതിനുള്ള ഫൗണ്ടേഷൻ കോഴ്സ് ആണെങ്കിലും എല്ലാത്തരം ഹെൽപ്പും നമുക്ക് ഇന്റർവെല്ലിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വെക്കേഷൻ ആയപ്പോഴും ഇന്റർവെൽ ഒഴിവാക്കാറില്ല, വെക്കേഷൻ കോഴ്സുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ സ്കൂളിന് പാരലായിട്ട് ഇന്റർവെല്ലിൽ കൊണ്ടുപോകണം തന്നെ കുട്ടികളുടെ ആ ഒരു കംഫർട്ട് ആലോചിച്ചിട്ടാണ്. അപ്പോൾ നമുക്കും ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇത് ചിലരൊക്കെ വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട് ഈ ഓൺലൈൻ ട്യൂഷനൊക്കെ വർക്ക് ആവുമോ, ഇപ്പോൾ ഫോണിൽ തന്നെ ഒരു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിപ്പോൾ എങ്ങനെ അവർക്ക് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യാന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് ശരിക്കും അങ്ങനെയല്ല. നമ്മളെ കുട്ടികൾക്കൊക്കെ വേണ്ടത് അറ്റൻഷനാണ്, ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. ഇപ്പം നമ്മളും നമ്മുടേതായിട്ടുള്ള ഓരോ ചുറ്റുപാടിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ ജോലി ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ട ഒരു അറ്റൻഷൻ കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്നല്ല. നമ്മൾ അത്രത്തന്നെ ഒരു പ്രോപ്പർ കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം അത് നമുക്ക് ഈ ഒരു ഇന്റർവെല്ലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെ കൊടുക്കാൻ പറ്റും. അതായത് കുട്ടിക്ക് വേണ്ട കംപ്ലീറ്റ് കെയറും അറ്റൻഷനും അതിലൂടെ കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് കേട്ടോ. ഇന്റർവെല്ലിൽ ചേർന്നിട്ട് മാർക്കൊക്കെ ഇമ്പ്രൂവ് ആയി, അവരുടെ സ്റ്റഡീസ് ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് വരുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നോട് മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അത് നമ്മളെ പോലത്തെ അമ്മമാർ ഒരുപാട് കാണുന്നതല്ലേ, അപ്പം അവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്നാലും ഇപ്പം ഇസുന്റെ ഇന്റർവെല്ലിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. ഇതാണ് കേട്ടോ നമ്മളെ ഇസൂട്ടന്റെ ഓൺലൈൻ ക്ലാസ്. അവന്റെ ഇപ്പൊ ഇന്റർവെല്ലിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ആണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ബേസ് ക്ലിയർ ആക്കാനുള്ള ഒരു കോഴ്സാണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്. അതായത് ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പോലെയുള്ള ലാംഗ്വേജുകളിലാണെങ്കിലും ഇപ്പൊ മാത്സ്, സയൻസ് പോലെയുള്ള സബ്ജക്റ്റിലൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ടാവും. ഇപ്പം പ്രോപ്പറായിട്ട് എഴുതാനോ കൂട്ടി വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ വലിയ ക്ലാസ്സുകളിലൊക്കെ ഇപ്പോഴും പഠിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കോഴ്സ്. വെറും 30 മുതൽ 40 ദിവസം വരെയുള്ള ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കുട്ടികളുടെ ഒരു ബേസ് ക്ലിയർ ആക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ അസൂട്ടിനാണെങ്കിലും മലയാളത്തിലും ലാംഗ്വേജിലൊക്കെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം മലയാളമൊക്കെ പ്രോപ്പറായിട്ട് വായിക്കാനും സ്പീഡിൽ വായിക്കാനും അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും ഒക്കെ അവൻ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇസൂട്ടിന് ഇതൊരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പൊ അവനാണെങ്കിൽ സ്റ്റഡീസിൽ ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം ഇതുപോലെ ഇഷ്യൂസ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്റർവെല്ലിലെ 1-to-1 സിസ്റ്റം ആണ് കേട്ടോ. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ കുട്ടിയും കുട്ടിയുടെ ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ട കംപ്ലീറ്റ് കെയറും അറ്റൻഷനും എല്ലാം ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടും. അതായത് ഇപ്പോൾ ഒരു സ്കൂൾ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ ഒരു 50ഓളം കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അറ്റൻഷനും കെയറും കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. ഇപ്പോൾ ചില കുട്ടികളുണ്ടാവില്ല കുറച്ച് പിന്നാക്കമുള്ള, അതായത് ഇപ്പം കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, പെട്ടെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും ടീച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. കാരണം ഇവിടെ കുട്ടിയും ടീച്ചറും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ തമ്മിലൊരു ഇന്ററാക്ഷൻ ഭയങ്കര ഈസി ആയിരിക്കും. അതുപോലെ ഇന്റർവെല്ലിൽ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളോട് ഇടപെടുന്നത്. അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഭയങ്കര കംഫർട്ട് ആയിരിക്കും. അതാണ് എനിക്ക് ഇന്റർവെല്ലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇവർ ഫൗണ്ടേഷൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം അതുതന്നെ നമ്മളെ കുട്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ കോഴ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യല്ല കേട്ടോ ചെയ്യാം. ആദ്യം അവർ കുട്ടിക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് എടുക്കും. ഒരു 30 മിനിറ്റോളം വരുന്ന ഒരു ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻ ആണ് കേട്ടോ. ഇതിലൂടെ
ഇതിലൂടെ നമ്മുടെ കുട്ടിൻ്റെ ഒരു കറണ്ട് അക്കാദമിക് ലെവൽ, അതുപോലെ കുട്ടിൻ്റെ ഇഷ്യൂസ് എന്താണ്, കുട്ടിക്ക് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇപ്പോൾ എഴുത്താണോ വായനയാണോ എന്താണ് ആ ഇഷ്യൂ എന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് കുട്ടിക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് ഇവർ കസ്റ്റമൈസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അതാണെങ്കിലും ഇപ്പോൾ നമുക്ക് കുട്ടിയുടെ സ്കൂൾ ടൈമിനൊക്കെ നോക്കി ഒരു കൺവീനിയൻറ്റ് ടൈമും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഈ തരത്തിലാണ് ഇവർ ഫൗണ്ടേഷൻ കോഴ്സസും എല്ലാ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെ നമുക്കും നമ്മളെ കുട്ടീനെ ശരിക്കും ഒന്ന് മനസ്സിലാവും കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും അവളുടെ കുട്ടിയുടെ ഇഷ്യൂസ്, കുട്ടിക്ക് എന്തൊക്കെയാണ് വീക്ക്, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇസുവിനെ കാണുമ്പോൾ തന്നെ അറിയാലോ അവൻ എത്ര ഹാപ്പി ആയിട്ട് ഇത്ര കംഫർട്ടബിൾ ആയിട്ടാണ് അവർ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുള്ള പാരൻസ് ഒക്കെ ഉണ്ടാവില്ലേ, കുട്ടികളെ അത്രമാത്രം അവൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവെലിന്റെ ഓൺലൈൻ ക്ലാസ് അവർക്ക് ശരിക്കും നല്ല ആപ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളെ കൺവീനിയന്റ് ടൈമിൽ അവർ ക്ലാസ്സസ് തരുന്നതുകൊണ്ട് തന്നെ സ്കൂളിന് പാരലായിട്ട് ഇത് കൊണ്ടുപോകാനും ഭയങ്കര ഈസിയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഞാൻ ഇന്റർവെലിനെ കുറിച്ചിട്ട് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂൾ ഓറിയന്റഡ് ട്യൂഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ അതും ഇന്റർവെല്ലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ സിലബസിലും, കേരള ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, എല്ലാ സിലബസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാണെങ്കിലും കുട്ടികളെ ഡയറക്റ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യല്ല, ഇതുപോലെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് എടുത്ത് കുട്ടിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് വേണ്ട കോഴ്സ് കസ്റ്റമൈസ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഈ അസസ്മെന്റ് ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബേസിക് ഇഷ്യൂസ് കാണുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിന്റെ റീഡിങ്ങോ റൈറ്റിങ്ങോ മാത്സിലോ ഒക്കെ കുട്ടിക്ക് എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ അത് ക്ലിയർ ചെയ്യും. അതായത് ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്ത് ഒരു 30-40 ദിവസം കൊണ്ട് തന്നെ കുട്ടിന്റെ ഒരു ബേസ് ക്ലിയർ ആക്കിയിട്ടേ ഉള്ളൂ അക്കാദമിക് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അത് തന്നെയാണ് കേട്ടോ ശരിക്കും കുട്ടികൾക്ക് നല്ലത്. കാരണം നമ്മൾ ഈ കുട്ടികളുടെ പുറകെ നടന്ന് ഇങ്ങനെ പഠിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഇത്ര മാർക്കുള്ളൂ അത്ര മാർക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടിനെ ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലത് കുട്ടിന്റെ ആ ഒരു ശരിക്കുള്ള ഇഷ്യൂ മനസ്സിലാക്കി കുട്ടിന്റെ ആ ഒരു ബേസ് ക്ലിയർ ആക്കി കൊടുക്കലാണ് കേട്ടോ. അതായത് വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്ന മുന്നേ ആദ്യം കുട്ടിക്ക് അടിസ്ഥാനപരമായിട്ട് എല്ലാതും അറിയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇവർ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കുട്ടിന്റെ സ്റ്റഡീസിന് ശരിക്കും യൂസ്ഫുൾ ആണ്. KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ഓറിയന്റഡ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന എല്ലാ സർവീസസും ഇവരും ചെയ്യുന്നുണ്ട്. അതായത് നോട്ട്സ് ആണെങ്കിലും ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും ചാപ്റ്റർ വൈസ് എക്സാമും ടെർമിനൽ വൈസ് എക്സാമും ഇങ്ങനെ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൊടുത്ത് കുട്ടികളെ മോൾഡ് ചെയ്തിട്ടാണ് ഇവർ പഠിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കുട്ടികളുടെ സ്റ്റഡീസിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അസു ആണെങ്കിലും ഇസു ആണെങ്കിലും രണ്ടുപേരും ഇന്റർവെലിന്റെ ഓൺലൈൻ ട്യൂഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം കിട്ടാതെ പഠിക്കാൻ പറ്റാത്ത കൂട്ടുകാർ, എന്നാൽ എന്തെങ്കിലുമൊക്കെ ജോലി വേണം, സ്വന്തമായിട്ട് ഇൻകം വേണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്റർവെലിന്റെ ഒരു ഈസി PC കോഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ആണ് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കുകയും ചെയ്യാം, അതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യുകയും ചെയ്യാം. ഇന്റർവെലിന് വേണമെങ്കിൽ അങ്ങനെയും ജോലി ചെയ്യാം. ഇനി അങ്ങനെയല്ല വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ ഒരു ഈസി PC കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങൾക്ക് ആ പരിചയമുള്ള ആരുടെങ്കിലും ഒക്കെ മക്കൾ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് സൊല്യൂഷൻ ഇന്റർവെൽ ഓൺലൈൻ ട്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ. നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല GCC കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും എല്ലാം ഇവരുടെ സർവീസസ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും അവരുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ കമന്റ്സിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് മയങ്ങി എണീക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഷൈത്ത വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ആവശ്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റു. ഇത്ത പറഞ്ഞു ഇത്തൊരു ഷാക്കാവും വരാനെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. 2-3 ദിവസം ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു വെള്ളിയാങ്കല്ലിൽ അവിടെ ഒന്ന് പോകണമെന്ന്. അപ്പോൾ അങ്ങോട്ട് പോയ വിശേഷം കൂടി കാണിച്ചു തരാം കേട്ടോ. കാഴ്ചകൾ കാണുകയാണോ? എങ്ങനെയുണ്ട് നമ്മള് വെള്ളിയാങ്കല്ല് കാണാൻ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സീന? നമ്മള് മുന്നിൽ കാണാൻ വന്നത് ഓർമ്മയുണ്ടോ? ഇങ്ങനെ നമ്മൾ അധികം അവിടെ ഉള്ള ഒരു പാർക്കിലാണ്. പാർക്കിൽ നിന്നിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനി ഞങ്ങൾ പാർക്കിൽ പോയിട്ടില്ല. ഞങ്ങളിതാ ഇവിടെ നമുക്ക് അടുത്തുണ്ട് അന്ന് പോലെ ഉണ്ട്. അല്ലാതെ ഫോൺ അടുത്ത് കൊണ്ടുപോകാൻ പേടിയാണ്. വെള്ളിയാങ്കല്ലേക്ക് നമ്മൾ ഒരുപാട് വന്നിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വെള്ളം നല്ല വന്ന സമയത്ത് വരാൻ പറ്റില്ല. നമുക്കിപ്പോൾ പാലത്തിൽ കൊടുക്കുന്ന റോഡുണ്ടല്ലോ, നല്ല രസം ഇവിടെ വന്നിങ്ങനെ നിൽക്കും. അതാ ഇസുവിനെ വെള്ളത്തിൽ കിടാൻ പോണേ. മക വെടിയിട്ടോ. പല ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ. ഈ ഷട്ടർ മാത്രം ഫോണ് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ കഴിഞ്ഞു. ക്യാമറ ഓണാണ്. ആട്ടോ വെച്ചിട്ടൊക്കെ പറപ്പിക്കണ പ്രോ ആയി പ്രോ. യാമിനെ കാത്തിരുന്ന് കാണുന്നു. യാത്ര ഏതാന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ സമയം ഓൾമോസ്റ്റ് വിശാഖ് കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും. അസുവിന്റെ കോപ്രായങ്ങളാണ് ഇപ്പോ തിരക്കിട്ട് ഓരോ കോമളത്തരങ്ങൾ വീടും. എന്താണിപ്പോ മനസ്സില് മേടിച്ചല്ലേ? എന്തൊക്കെയോ കാഴ്ചകൾ കണ്ടിട്ടേ ഓർമ്മ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞു പട്ടാമ്പി അതമ്മച്ചി ഗ്രാൻഡ് പാൻ ഗ്രാൻഡ് മാൻ. നമുക്കൊന്ന് വേറെ കിളി പോയി കിളി പോയി നിക്ക. ഓരോ സമയത്ത് കുച്ചിങ്ങനെ വെച്ച് വെച്ച് തരല്ലേ. എന്തൊന്ന് കാണട്ടെ മിച്ചി കുട്ടിനെ ഒന്ന് ഒഴിഞ്ഞിങ്ങനെ കാണട്ടെ. എന്തൊക്കെ ആയിന് കണ്ണും മൂക്കും ഒക്കെ എന്തൊക്കെ അയക്കണ നോക്കട്ടെ. അന്തം വിട്ട് നിൽക്കാണ് ഞാൻ. ആകെ പരിചയമില്ലാത്ത കാണുമ്പോഴേ അപ്പൊ ഒരു കരച്ചിലുണ്ടാവും.
ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കൊരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുട്ടി വന്നപ്പോൾ പിന്നെ അങ്ങനെ എത്തിയായിട്ട് അങ്ങനെ ഇരുന്നു, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു, അതന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും കിടക്കാൻ പോവാണ്. അപ്പോൾ ഇനി നാളത്തെ ദിവസത്തെ വീഡിയോ ഇൻഷാ അല്ലാഹ് നല്ലപോലെ എടുക്കാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ എന്തായാലും ആ വിശേഷമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.